കളത്തിലിറങ്ങാത്ത UDF സ്ഥാനാർത്ഥിക്കായി വോട്ട് തേടുകയാണ് താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കരിങ്ങമണ്ണ വാർഡിലെ ലീഗ് പ്രവർത്തകർ. അതെങ്ങനെയാണ് സംഭവം എന്ന് ചോദിച്ചാൽ കാര്യം ഇതാണ്. സൈനുൽ ആബിദീൻ എന്ന ബാബു കുടിക്കൽ, അയാൾ ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റ് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായതോടെ അങ്ങ് രാജ്യം വിട്ടു. അതാണ് സംഭവം. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി ബാബുവിനായി വല വിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. നിലവിൽ എവിടെയാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയാണെന്ന് അറിയില്ല. നിലവിൽ എവിടെയാ ബാബു? ഒളിവിലാണ്, അറിയില്ല. താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ബാബു കുടുക്കലിൻ്റെതായി ഇതുപോലെ നോട്ടീസിലും ഫ്ലെക്സിലും ഒക്കെ കാണാൻ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ കുറച്ചു നാളുകളായി സ്ഥാനാർത്ഥി ഒളിവിലാണ്. അതെ, സ്ഥാനാർത്ഥി ഒളിവിലാണ്. സ്ഥാനാർത്ഥി എവിടെയെന്ന് പ്രവർത്തകർക്ക് പോലും അറിയില്ല. ഫ്രഷ് കട്ട് വിരുദ്ധ സമരസമിതിയുടെ ചെയർമാൻ കൂടിയായ സ്ഥാനാർത്ഥി ബാബു കുടുക്കിൽ ഒക്ടോബറിൽ സംഘർഷമുണ്ടായതിന് പിന്നാലെ മുങ്ങിയതാണ്. പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസിലെ പ്രതിയാണ്. അപ്പൊ പ്രതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രചാരണത്തിന് ഇറങ്ങുന്നതും വോട്ട് ചോദിക്കുന്നതൊക്കെ? പ്രതിയൊക്കെ പോലീസിനല്ലേ, നിങ്ങൾക്ക് പ്രതിയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ ബാബുക്കാണ്. നാട്ടിലൊരു പ്രശ്നത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ പല ആളുകളും ഒളിവ് കഴിയേണ്ട ഒരവസ്ഥയുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടൊക്കെ ഞങ്ങൾക്ക് ബാബുക്കാനെ ജയിപ്പിക്കാന്നുള്ളത് ഞങ്ങളുടെ നാടിൻ്റെ ഒരാവശ്യം കൂടിയാണ്. ഒളിവിൽ താമസിക്കവേ പോലീസിന്റെ കണ്ണുവെട്ടിച്ചാണ് നാമനിർദ്ദേശ പത്രിക കൊടുത്തത് പോലും. പത്രിക സമർപ്പിച്ച് അതേ വേഗത്തിൽ തന്നെ രാജ്യം കടന്നു. നമ്മളവിടെ വന്നു, നോമിനേഷൻ കൊടുത്തു, അദ്ദേഹം തിരിച്ചുപോയി. ജനങ്ങളെ സഹായിക്കുന്ന ഒരാളെ ഞങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഭീകരവാദി, തീവ്രവാദി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിഷയങ്ങൾ പരിഹരിച്ചപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ആരെടുത്തപ്പോൾ ഒരാൾ മുന്നിൽ നിൽക്കാണ്ടാവുമ്പോൾ അദ്ദേഹത്തിനല്ലാണ്ട് പിന്നെ ആരെ ഞങ്ങൾ ജയിപ്പിക്കേണ്ടത്? സ്ഥാനാർത്ഥിയില്ലാതെ നോട്ടീസുമായി പ്രചരണത്തിന് ഒറ്റക്കെട്ടായി ഇറങ്ങിയിരിക്കുകയാണ് UDF പ്രവർത്തകർ. ബാബുവിന് ഇവിടെ വരാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥിൻ്റെ ആളുകളായിട്ട് ഞങ്ങളെന്നെ പഠിക്കും കൊടുക്കലെ ബാബു. അപ്പോൾ അവനെ നമ്മൾ എന്തുകൊണ്ട് ജയിപ്പിക്കാം? നിങ്ങളൊക്കെ എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് വേണം. കാലങ്ങളായി അനുഭവിക്കുന്ന ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നുള്ള ദുരിതത്തിന് തടയിടാൻ സ്ഥാനാർത്ഥിക്കാകുമെന്ന പ്രതീക്ഷയും ജനങ്ങൾക്കുണ്ട്. നിങ്ങൾ ആകെ വിഷമിച്ച് 5-6 കൊല്ലം സമരം ചെയ്ത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വില അതിന് ആരും കൽപ്പിച്ചിട്ടില്ല. ഈ ബാബു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയുന്ന ഒരാൾ ചെറുപ്പം മുതൽ ഉണ്ടാകുന്ന അറിയുന്നതാണ്. അപ്പോൾ സഹായിക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യല്ല. അപ്പോൾ ജയിച്ചേ പറ്റുള്ളൂ. ബാബു വന്നാൽ എല്ലാം റെഡിയാവും. ഒളിയിടത്തിലിരുന്ന് വീഡിയോ വഴി വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് ബാബു കുടുക്കിൽ. പമ്പിച്ച ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കാം. സ്ഥാനാർത്ഥിയായ ബാബുവിന്റെ അസാന്നിധ്യത്തിൽ വോട്ട് പിടിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് പ്രവർത്തകർ. ഫ്രഷ് കട്ടിനെതിരായ ജനരോക്ഷമൊക്കെ വോട്ടാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. എന്നാൽ ഇതിനിടയിൽ ഒളിവിലായ ബാബുവിനു വേണ്ടി അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.